أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر فما أنت بنعمة ربك بكاهن ولا مجنون. أم يقولون شاعر نتربص به ريب المنون. قل تربصوا فإني معكم من المتربصين. أم تأمرهم أحلامهم بهذا أم هم قوم طاغون. أم يقولون تقوله بل لا يؤمنون. فليأتوا بحديث مثله إن كانوا صادقين. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിന്റെ മാർഗരേഖയായി അനുവർത്തിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവന്റെ സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 52-ാം അധ്യായമായ സൂറത്ത് തൂറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മഹത്തായ വിഷയങ്ങളിൽ സത്യം ചെയ്തുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തി അള്ളാഹുവിന്റെ ശിക്ഷ അത് വരിക തന്നെ ചെയ്യും. അള്ളാഹുവിനെ ഭയപ്പെടാതെ തോന്നിവാസങ്ങളിൽ മുഴുകിയാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ ശിക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെ തടയുന്ന ഒന്നും ഉണ്ടാവുകയില്ല, അതിനെ തടയാൻ ഒരാളും ഉണ്ടാവുകയില്ല. സത്യനിഷേധികളായി അനാവശ്യങ്ങളിൽ മുഴുകി കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നാളെ നരകത്തിലേക്ക് ഊക്കോടെ പിടിച്ചു തള്ളുമെന്നും നിങ്ങൾ വ്യാജമാക്കിയതാണ് ഈ നരകത്തിലെത്താൻ നിങ്ങൾക്ക് കാരണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളായ അനാവശ്യങ്ങളിൽ മുഴുകിയ ആളുകളോട് പറയുമെന്നും, എന്നാൽ മുത്തഖീങ്ങളായ ഭക്തന്മാരായ ആളുകൾക്ക് സ്വർഗീയത്തിൽ വിവിധങ്ങളായ അനുഗ്രഹങ്ങളും അനുഭൂതികളും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം പഠിച്ചിട്ടുള്ളത്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ പരസ്പരമുള്ള ചർച്ചകളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 25 മുതലുള്ള ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. എന്നാൽ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാലുള്ള ഗുണങ്ങളും അള്ളാഹുവിനെ ഭയപ്പെടാതെ അനാവശ്യങ്ങളിൽ മുഴുകി ജീവിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കീങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ പല സൂറത്തുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ അവിശ്വാസികളാകുന്ന സത്യനിഷേധികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളിലൊന്നും ചെവി കുടിക്കേണ്ടതില്ലെന്നും അങ്ങയോട് കൽപ്പിച്ചിട്ടുള്ള, അങ്ങേക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അങ്ങയുടെ ബാധ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയാണ് തൊട്ടടുത്തുള്ള 29-ാമത്തെ ആയത്തിൽ. ഫദക്കിർ ഫമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിനിൻ വലാ മജ്നൂൻ. ഫദക്കിർ, നബിയെ ഉത്ബോധനം ചെയ്യുക, നബിയെ അങ്ങ് ഓർമ്മിപ്പിച്ചു കൊള്ളുക. അങ്ങയോട് പറയാൻ പറഞ്ഞിട്ടുള്ള, അങ്ങേക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനെ ഉത്ബോധനം ചെയ്യുക. ഫമാ അൻത, നീ അല്ല നബിയെ, ബിനിഅമതി റബ്ബിക, നിഅമത്ത് അനുഗ്രഹം, റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട്. ഫമാ അൻത ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നീ അല്ല ബികാഹിൻ, കാഹിൻ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്നൊക്കെ അതിന് അർത്ഥം പറയാവുന്നതാണ്. കാഹിൻ എന്ന ജ്യോത്സ്യൻ, പ്രശ്നക്കാരൻ. അപ്പൊ നീ ഒരിക്കലും എന്തല്ല, ഒരു ജ്യോത്സ്യനല്ല. മജ്നൂൻ, ഭ്രാന്തൻ. വലാ മജ്നൂൻ, നീ ഒരു ഭ്രാന്തനും അല്ല. നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരു പ്രശ്നക്കാരനോ നീ ഒരു ജ്യോത്സ്യനോ ഭ്രാന്തനോ ഒന്നുമല്ല അവരാരോപിക്കുന്നത് പോലെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, നീ എന്ത് ചെയ്യുക? ഫദക്കിർ, നീ ഉത്ബോധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, നീ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് أم يقولون شاعر نتربص به ريب المنون.
അം യഖൂലൂന ശാഇറുൻ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ. അം യഖൂലൂന അവർ പറയുന്നുവോ ഷാഇർ കവി, ഷെയർ കവിത, ഷാഇർ കവി. അം യഖൂലൂന അവർ പറയുന്നുവോ ഷാഇറുൻ കവിയാണ് എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഭ്രാന്തനാണ്, ജ്യോത്സ്യനാണ്, കാഹിനാണ്. അതേ പ്രകാരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതാണ് ഷാഇർ, മുഹമ്മദ് നബി ഒരു കവിയാണ് എന്ന്. അം യഖൂലൂന ഷാഇറുൻ, അതല്ല അവർ പറയുന്നുവോ മുഹമ്മദ് നബി അങ്ങ് ഒരു കവിയാണ് എന്ന്. നതറബ്ബസു ബിഹി റൈബൽ മനൂൻ. നതറബ്ബസു ബിഹി, അവനിൽ നാം പ്രതീക്ഷിക്കുന്നു. ആര്? അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണെന്ത്? അവനൊരു കവിയാണ്. പിന്നെയോ നതറബ്ബസു ബിഹി, അവനിൽ നാം പ്രതീക്ഷിക്കുന്നു റൈബ, വിപത്തിനെ, അൽ മനൂൻ, മരണമാകുന്ന വിപത്തിനെ അവനിൽ നാം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന് അവർ പറയുകയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കവിയാണ്, അവന് കാലവിപത്ത് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണോ അവർ പറയുന്നത്? എനിക്കൊരു വിപത്ത് വരാനുണ്ട്, ആ വിപത്ത് വരുമ്പോൾ കാണാം എന്ന ഒരു ധിക്കാര മനസ്ഥിതി സ്വീകരിച്ചിട്ടുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നു, അവരുടെ വർത്തമാനം ഇങ്ങനെയാണ്. ഇങ്ങനെ വർത്തമാനം പറയുന്ന ആ ആളുകളോട് മുഹമ്മദ് നബിയെ അങ്ങ് പറഞ്ഞേക്കുക. എന്താ പറയേണ്ടത്? ഖുൽ തറബ്ബസൂ ഫഇന്നീ മഅകും മിനൽ മുതറബ്ബിസീൻ. ഖുൽ നബിയെ പറയുക, തറബ്ബസൂ, നിങ്ങൾ കാത്തിരിക്കുക. എന്തിനാ നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്റെ വിപത്തിനെയല്ലേ, എനിക്കൊരു വിപത്ത് വരാനല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? തറബ്ബസൂ, എന്റെ വിപത്തിനെ നിങ്ങൾ കാത്തിരിക്കുക. എന്നാൽ ഫഇന്നീ മഅകും, നിങ്ങളോടൊപ്പം ഞാൻ, മിനൽ മുതറബ്ബിസീൻ, കാത്തിരിക്കുന്നവനിൽ പെട്ടവനാണ്. എന്നാൽ ഞാൻ നിങ്ങളോടൊന്നിച്ച് ഞാനും നിങ്ങളുടെ വിപത്തിനെ ഞാനും കാത്തിരിക്കുന്നവനാണ് എന്ന് അവരോട് പറയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. സത്യവിശ്വാസികളാകുന്ന മുത്തഖീങ്ങൾക്ക് സ്വർഗമുണ്ടെന്നും അവിശ്വാസങ്ങളിലും അതേ പ്രകാരം അനാവശ്യങ്ങളിലും മുഴുകി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നരകമുണ്ട് എന്ന താക്കീതുകളും സന്തോഷ വാർത്തയും അറിയിച്ചപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഷാഇർ എന്ന് പറഞ്ഞു. മുഹമ്മദേ, നീ ഒരു കവിയാണ്. അതേ പ്രകാരം അവർ പറഞ്ഞത് നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, മുഹമ്മദേ, നിന്റെ കാലവിപത്തിന് വേണ്ടി നിനക്ക് ശക്തമായ ഒരു വിപത്ത് വരാനുണ്ട്, ആ വിപത്തിനെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനം അവർ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്, നബിയെ, അങ്ങത് കാര്യമാക്കേണ്ടതില്ല. അങ്ങൊരിക്കലും കാഹിനല്ല, അങ്ങൊരു ജ്യോത്സ്യക്കാരനോ പ്രശ്നക്കാരനോ മജ്നൂൻ, ഒരു ഭ്രാന്തനോ അല്ല. അതുകൊണ്ട് അവരുടെ വർത്തമാനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഫദക്കിർ, നബിയെ, അങ്ങ് ഉത്ബോധനം തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ നബിയെ, തറബ്ബസൂ ഫഇന്നീ മഅകും മിനൽ മുതറബ്ബിസീൻ. അവരോട് നബിയെ അങ്ങ് പറയേണ്ടത്, നീ ജ്യോത്സ്യക്കാരനാണ് എന്നാണ് അവർ പറയുന്നത്, നീ ഭ്രഷ്ടക്കാരനാണ്, നീ ഭ്രാന്തനാണ് എന്നതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നീ ഒരിക്കലും അതല്ല. നിനക്ക് കാലവിപത്തുണ്ടാകുമെന്നും നിന്റെ വിപത്തിനെ അവർ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എങ്കിൽ നബിയെ അവരോട് പറയുക, തറബ്ബസൂ ഫഇന്നീ മഅകും മിനൽ മുതറബ്ബിസീൻ, നിശ്ചയമായും ഞാൻ നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് അവർക്ക് മറുപടി പറയണം. ആർക്കാണ് വിപത്തുണ്ടാവുക? ഈ കാലവിപത്തുകൾ താമസിയാതെ നിങ്ങൾക്കാണോ ഉണ്ടാവുക, എനിക്കാണോ ഉണ്ടാവുക എന്നത് കൃത്യമായി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്റെ നാശം നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളുടെ നാശം ഞാനും കാത്തിരിക്കുന്നുണ്ട്. എനിക്കാണോ നാശമുണ്ടാവുക, എനിക്കാണോ വിപത്തുണ്ടാവുക, അതല്ല നിങ്ങൾക്കാണോ വിപത്തുണ്ടാവുക? നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് ആ അവിശ്വാസികളായ മക്കയിലെ മുശ്രിക്കുകളാകുന്ന ആളുകളുടെ അവർക്ക് ഭൗതികമായ ജീവിതത്തിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് വിപത്തുകളും വന്നതാണ്. അതിന്റെ പുറമെ നാളെ പരലോകത്ത് ആ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ശക്തമായ വിപത്തും ശക്തമായ നാശങ്ങളും ഉണ്ടാകും എന്നത് കൃത്യമായി നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, തുടർന്നുള്ള ആയത്തുകളിലൂടെ 32 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഏറെ ശക്തമായ അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന അത്യാവശ്യമെങ്കിലും ബോധമുള്ള ആളുകളുടെ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലുന്ന ചില ചോദ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുന്നത്. വീണ്ടും വിചാരത്തിന് മനസ്സുള്ള, നന്നാകണം എന്ന ചിന്തയുള്ള ആളുകൾക്ക് വല്ലാത്ത ആനന്ദം കൊള്ളിക്കുന്ന ചില ചോദ്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ ചോദ്യങ്ങൾ. എന്താണ് ആ ചോദ്യങ്ങൾ? അം തഅമുറുഹും അഹ്ലാമുഹും ബിഹാദാ അം ഹും ഖൗമുൻ ത്വാഗൂൻ. അം തഅമുറുഹും,
അവരോട് കൽപ്പിക്കുന്നുവോ? അഹ്ലാമ് അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കും, അം തഅ്മുറു കൽപ്പിക്കുകയാണോ, ഹും അവരോട് കൽപ്പിക്കുന്നുവോ? അഹ്ലാമുഹും അവരുടെ ബുദ്ധികൾ, ബിഹാദാ ഇതുകൊണ്ട്, അവരുടെ ബുദ്ധികൾ അവരുടെ മനസ്സ് അവരോട് ഇപ്രകാരം കൽപ്പിക്കുകയാണോ? അംഹും ഖൗമുൻ ത്വാഗൂൻ, അംഹും അതല്ല അവർ, ഖൗമുൻ ത്വാഗൂൻ ധിക്കാരികളായ ഒരു ജനതയാണോ? അവരുടെ മനസ്സുകൾ അവരോട് ഇപ്രകാരം കൽപ്പിക്കുകയാണോ? അതല്ല അവർ ധിക്കാരികളായ ഒരു ജനത തന്നെയാണോ? അം യഖൂലൂന തഖവ്വലഹു ബൽ ലാ യുഅ്മിനൂൻ, അം യഖൂലൂന അതല്ല അവർ പറയുന്നുവോ, തഖവ്വലഹു മുഹമ്മദ് നബി അത് കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന്, കെട്ടിച്ചമച്ച് പറഞ്ഞതാണ് എന്നാണോ അവർ പറയുന്നത്? ബല്ലാ യുഅ്മിനൂൻ, പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല. അതാണ് ഇതിനെല്ലാം കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം സ്വയം കെട്ടിപ്പറയുന്നതാണ്. അതല്ലാതെ മുഹമ്മദ് പറയുന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വേദഗ്രന്ഥമൊന്നുമല്ല. അവൻ ഷായിറാണ്. അവർ സ്വന്തം മനസ്സുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില വിചാരങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ സത്യമായ വർത്തമാനങ്ങൾ അല്ല. അവർ പറയുന്നതെല്ലാം ആരോപണം മാത്രമാണ്. അവരിത് പറയാനുള്ള കാരണം എന്താ? ബല്ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. അതാണ് ഇതിനെല്ലാം കാരണം. അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസ മനസ്സുകളിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും മക്കയിലെ മുശ്രിക്കുകളെ പോലെ തന്നെ നമുക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. ചില ആയത്തുകൾ കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലെ ചില സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ, അങ്ങനെ ഉണ്ടാകുമോ, ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്തതാണ് അതിന് കാരണം. കൃത്യമായ വിശ്വാസം വിശുദ്ധ ഖുർആനിൽ, അള്ളാഹുവിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അള്ളാഹു പറഞ്ഞതിൽ ഒരു അസത്യവും ഉണ്ടാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 100% സത്യമാണ്, അതിലൊരു അസത്യത്തിന്റെ ലാഞ്ചനയും ഉണ്ടാവുകയില്ല എന്ന് കൃത്യമായി ഉറച്ച മനസ്സോടുകൂടെ ഉള്ള ഒരാൾക്ക് അള്ളാഹുവിന്റെ വാക്കുകളിൽ ഒരു സംശയവും ഒരു ലാഞ്ചനയും ഉണ്ടാവുകയില്ല. സംശയത്തിന്റെ ഒരു നേരിയ അംശം പോലും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത്, മുഹമ്മദ് നബിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ വിശ്വാസ മനസ്സുകളിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വെല്ലുവിളിയാണ്. എന്താണ് ആ വെല്ലുവിളി? ഫൽയഅതു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സ്വാദിഖീൻ. അവിശ്വാസികളെ, മക്കയിലെ മുശ്രിക്കീങ്ങളെ, നിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം സ്വന്തം കെട്ടിപ്പറയുന്നതാണ്, സ്വന്തം ഉണ്ടാക്കി പറയുന്നതാണ്, അല്ലെങ്കിൽ അവൻ ഒരു ഭ്രാന്തനായതിന്റെ പേരിൽ, അതല്ലെങ്കിൽ അവൻ ഒരു ഷായിറായി, ഒരു കവിയായി ഇതുകൊണ്ട് അവൻ പറയുന്നതാണ് എന്നതല്ലേ നിങ്ങളുടെ വാദം? ശരി, നിങ്ങളുടെ വാദം അതാണ്. മുഹമ്മദ് അല്ലാം ഇത് തഖവ്വൽ, അവൻ സ്വന്തം കെട്ടിപ്പറയുന്നതാണ്, ഉണ്ടാക്കി പറയുന്നതാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഫൽയഅതു, അവർ കൊണ്ടുവരട്ടെ, ബിഹദീസിൻ, ഒരു വർത്തമാനം, മിസ്ലിഹി, അതുപോലെയുള്ള വിശുദ്ധ ഖുർആനെ പോലെയുള്ള ഏതെങ്കിലും ഒരു വർത്തമാനമെങ്കിലും, ഏതെങ്കിലും ഒരു ആയത്തെങ്കിലും, ഏതെങ്കിലും ഒരു സന്ദേശമെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ കൊണ്ടുവരട്ടെ. ഇൻകാനൂ സ്വാദിഖീൻ, അവർ പറയുന്നത് സത്യമാണെങ്കിൽ, മുഹമ്മദ് നബി ഇത് സ്വന്തമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നതാണ് അവരുടെ വാദമെങ്കിൽ, അങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ നിങ്ങൾക്കും കഴിയുമല്ലോ, അതേപോലെയുള്ളത് കൊണ്ടുവരാൻ നിങ്ങൾക്കും കഴിയുമല്ലോ. ഫൽയഅതു ബിഹദീസിൻ മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു വൃത്താന്തമെങ്കിലും, ഇതേപോലെയുള്ള ഒരു വർത്തമാനമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ സത്യമാണെങ്കിൽ എന്ന് അവരെ വെല്ലുവിളിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വല്ലാത്ത ഒരു സമാധാനമാണ് നമുക്ക്. ഇന്ന് വിശുദ്ധമായ ഇസ്ലാമിനെ അവഹേളിക്കുന്ന ധാരാളം ആളുകളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, അതേ പ്രകാരം ധാരാളം പ്രകൃതിവാദികളുണ്ട്. അവരൊക്കെ പറയുന്നത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചീത്ത പറഞ്ഞതിനേക്കാൾ, പ്രിയപ്പെട്ട പ്രവാചകനെതിരെ ധാരാളം ആരോപണങ്ങൾ ഉന്നയിച്ചതിനേക്കാളും ഇന്ന് വർത്തമാന കാലഘട്ടത്തിലുള്ള പല നിരീശ്വരവാദികളും, ചില ഭൗതികവാദികൾ, ചില പ്രകൃതിവാദികൾ എന്ന് അവകാശപ്പെടുന്ന ഞങ്ങളാണെല്ലാം തികഞ്ഞവർ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെയും ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചീത്ത പറയാൻ വേണ്ടി മാത്രം പുറപ്പെട്ടിട്ടുള്ള, ഇറങ്ങിത്തിരിച്ചിട്ടുള്ള, സോഷ്യൽ മീഡിയകളിൽ മുഴുവനും വിഴുപ്പരക്കാൻ മാത്രം ഇറങ്ങിയിട്ടുള്ള ആളുകൾ, അവരോട് ഇന്ന് നമുക്ക് ചോദിക്കാം, നിങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉണ്ടാക്കിയതാണ്,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിദ്യാഭ്യാസമില്ലാത്ത ഉമ്മിയായിരുന്നു, നിരക്ഷരനായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അള്ളാഹുവിന്റെ റസൂൽ ഒരു മദ്രസയിലും പോയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും കലാലയങ്ങളിൽ പോയി ഭൗതികമായ അതല്ലെങ്കിൽ ചരിത്രപരമായ എന്തെങ്കിലും പഠിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുഞ്ചിലൂടെ ഇത്രയും ചരിത്ര സത്യങ്ങളെ, പ്രപഞ്ച സത്യങ്ങളെ, ഭൗതികമായ കാര്യങ്ങളെ ഒരു മനുഷ്യനിക്കും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു കാര്യം തിന്മയാണെന്ന് തന്റെ ഇടത്തോടു കൂടെ പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധം നൂറ്റാണ്ടുകൾ 14 കഴിഞ്ഞിട്ടും മുഹമ്മദ് അപ്പറഞ്ഞത് ശരിയായില്ല. വിശുദ്ധ ഖുർആനിലെ ഈ കൽപ്പന ശരിയായില്ല. അത് നന്മയാണെന്ന് പറഞ്ഞത് ഇന്ന് തിന്മയാക്കാൻ, അന്ന് തിന്മയായിരുന്ന ഏതെങ്കിലും ഒരു കാര്യം നൂറ്റാണ്ട് 14 കഴിഞ്ഞിട്ടും അതിനെ നന്മയാക്കാനോ നന്മയാക്കിയത് തിന്മയാക്കാനോ ഒരാൾക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നതാ സത്യം. ഇന്നും ഈ നിരീശ്വരവാദികളോട്, ഇസ്ലാമിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പരിഹസിക്കുന്ന ഇത്തരം പ്രകൃതിവാദികളോട് നമുക്കും പറയാനുള്ള ചോദ്യം അതാണ്. എന്ത്? മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ ആരോപണം പറയുന്നു. ആ മുഹമ്മദിനേക്കാളും വിദ്യാഭ്യാസമുള്ളവരാണ്, അറബിയിൽ വലിയ സാഹിത്യകാരന്മാർ ലോകത്തുണ്ട്, അറബി കലക്കി കുടിച്ച ആളുകളുണ്ട്. കൊണ്ടുവരൂ ധൈര്യമുണ്ടെങ്കിൽ. ഇൻകാനു സ്വാദിഖീൻ. മുഹമ്മദ് നബിയെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഫല്യഅതു ബിഹദീസിൻ മിസ്ലിഹി. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിലൂടെ ആയിരക്കണക്കിന് ആയത്തുകളുണ്ട്. ആ ആയത്ത് പോലെയുള്ള ഏതെങ്കിലും ഒരു ആയത്തിനെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊണ്ടുവരൂ എന്ന് എത്ര ശക്തമായ വെല്ലുവിളിയാണ്. 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇസ്ലാമിനെ ശക്തിയുക്തം ഇന്ന് വിമർശിച്ചതിനേക്കാളും വലിയ വിമർശകർ ഉണ്ടായ കാലങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല. ധൈര്യപൂർവ്വം ഈമാനോടുകൂടെ, ഉറച്ച മനസ്സോടുകൂടെ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയും, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പോലെയുള്ള ഒരു ആയത്തിനെ കൊണ്ടുവരുവാൻ ലോകത്ത് എത്ര നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചാലും, മുഹമ്മദ് നബിയെ ചീത്ത പറഞ്ഞാലും പരിഹസിച്ചാലും, വിശുദ്ധ ഖുർആന് പോലെയുള്ള ആ ആയത്ത് പോലെയുള്ള ഒരു ആയത്തിനെ കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഇത് വല്ലാത്ത ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി നമ്മെ പഠിപ്പിക്കുന്ന പാഠം, വിശുദ്ധ ഖുർആൻ സത്യസന്ധമാണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകൻ അസത്യം ഒന്നും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, പറഞ്ഞെന്ന് തെളിയിക്കാനും കഴിയുകയില്ല എന്ന് നമ്മുടെ മനസ്സുകളെ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു താക്കീതാണ് അല്ലാഹു തആല നൽകുന്നത്. ഫല്യഅതു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സ്വാദിഖീൻ. അങ്ങനെ നിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കെട്ടി പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാണെങ്കിൽ കൊണ്ടുവരൂ. പക്ഷേ ആ ആരോപണം, ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ഏത് കാലത്തും ഏത് ശത്രുക്കളോടും നമുക്ക് ചോദിക്കാനുള്ളതും നമുക്ക് പറയാനുള്ളതും ഇത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുക, അത് സത്യമാണെന്ന് ഉറപ്പിക്കുക. അതിൽ ഒരു അസത്യങ്ങളുമില്ല, അതിൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.